ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഞാൻ ഇന്ന് എക്വേരിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ മെസ്സേജ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ബാധിക്കില്ല. മെസ്സേജസ് റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടെ എന്നെ ഫോളോ ചെയ്യുക. അവിടെ വേറെ തരത്തിലാണ് റീഡിങ്സ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സൈനിന് വേണ്ടിയിട്ട്. അവിടെ ഫോളോ ചെയ്യുക. അവിടെ വേച്ചാൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം, ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് എക്വേരിയസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം എംപറർ ആണ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജി സ്ട്രെങ്ത്, കറണ്ട് എനർജി നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ്, ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി ഡെവിൽ, ചാലഞ്ച് നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ, അഡ്വൈസ് നിങ്ങളുടെ 2 ഓഫ് പെൻറ്റക്കിൾസ്, ഹിഡൻ ഫാക്ടർ നിങ്ങളുടെ ചാരിയറ്റ്, ഔട്ട്കം. അപ്പോൾ അക്വേരിയസ്, ഇവിടെ ഞാൻ കാണുന്നത് ഒരു എംപറർ എനർജിയാണ്, ഏരീസ് എനർജിയാണ്. ഇതൊരു പവർഫുൾ എനർജിയാണ്. ആക്ച്വലി സക്സസിൻ്റെ എനർജിയാണ്, ഡിസിപ്ലിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ മാസം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും, എസ്പെഷ്യലി കരിയറിൽ. അതല്ലാച്ച ഇതൊരു നിങ്ങളുടെ വീട്ടിൽ ആരോ ഒരു അച്ഛൻ്റെ ഫിഗർ, പറഞ്ഞ ഒരു ഫാദർ ഫിഗറാണ് ഇത് എംപറർ. അപ്പോൾ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, അതല്ലാച്ച ഏതോ പറഞ്ഞാൽ വീട്ടിലാരെങ്കിലും പ്രായമായി ആരുടെയോ എനർജിയാണ് ഇത്. പക്ഷേ എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് നിങ്ങളുടെ എനർജിയാണ് എംപറർ. നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ പവർഫുൾ എനർജിയിലാണ്, കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഫിനാൻഷ്യൽ ബിഗിനിങ് ആണ് ഇത്. ജോലി ആയിരിക്കാം, ഒരു പുതിയ ജോലിയുടെ ഓഫർ. അതല്ലാച്ച ബിസിനസ് ആയിരിക്കാം. ആ ബിസിനസ് നിങ്ങൾ ഏപ്രിലിൽ തുടങ്ങുന്നുണ്ടാച്ചാൽ അതിൽ കുറേ സക്സസ് ഉണ്ടാവും. പക്ഷെ അതിന് കുറേ ഹാർഡ് വർക്ക് ഉണ്ടാവും ആൻഡ് ഡിസിപ്ലിൻ അതൊക്കെ പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ വേണം, അപ്പോഴാണ് സക്സസ് കിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഒരു ലവ് ഓഫറും കാണുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് ഓഫർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതൊക്കെ മെസ്സേജസ്. നിങ്ങളുടെ പാസ്റ്റിൽ സ്ട്രെങ്ത്, ലിയോ എനർജി. ഇതൊരു ചാലഞ്ചിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നിങ്ങൾ കുറേ ബോൾഡായി ആ ചാലഞ്ചിനെ ഫേസ് ചെയ്തു. ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത്, എസ്പെഷ്യലി ഞാൻ കാണുന്നത് നിങ്ങളുടെ ഇമോഷൻസ്, മെൻറ്റൽ ഹെൽത്തിനാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്തത്. 2 ഓഫ് വാൻഡ്സ്, ഇവിടെ എന്തോ ഒരു ഡിസിഷനും നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. ആ ഡിസിഷൻ എടുക്കാൻ ഉള്ളിൽ പറഞ്ഞാൽ ആ ധൈര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. പക്ഷേ എങ്ങനെയോ നിങ്ങൾ ഒരു വലിയ ഡിസിഷൻ എടുത്തിട്ടുണ്ട് റീസെൻ്റ്ലി. ആ ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മൊത്തം ചേഞ്ച് ആയി. ഇപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ ആയിരിക്കാം, കരിയറുടെ ഡിസിഷൻ ആയിരിക്കാം, പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു വലിയ ചോയ്സ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാൻ, ആ തീരുമാനം എടുക്കാൻ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത്
കിങ് ഓഫ് സോഡ്സ് ആണ്. ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, അക്വേറിയസ് എനർജി. നിങ്ങൾ ഈ മാസം കുറച്ചുകൂടിയും ഒരു കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ ഡിസിഷനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളെല്ലാം കാര്യങ്ങളും പ്രാക്ടിക്കലി ആണ് ഡിസൈഡ് ചെയ്യണം, ഇമോഷൻസ് അത്ര ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ ഈ കിങ് ഓഫ് സോഡ്സ്? അപ്പോൾ ഇവിടെ ഒരു വേറെ പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, വെർഗോ എനർജി. നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്, ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങളെന്തോ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഈ പേഴ്സൺ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും, അതല്ല വെച്ചാൽ അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. പക്ഷേ എന്തോ ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾ ഈ പാസ്റ്റിൻ്റെ തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല, അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉള്ളത്. അതല്ല വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ മറ്റേ പേഴ്സൺ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും ഫ്യൂച്ചറിൽ ഡെവിലാണ്, ടോക്സിക് എനർജിയാണ് ഡെവിൽ. ഇത് കാപ്രിക്കോൺ എനർജിയും കൂടിയാണ്. എന്താണ് ഈ ഡെവിളുടെ എനർജി ഇവിടെ? ഡെത്ത് എനർജി, സ്കോർപ്പിയോ എനർജി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ടോക്സിക് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും തീരുമാനം എടുക്കണില്ല വെച്ചാലും അത് ടോക്സിക് സിറ്റുവേഷൻ ആവും. എന്ന് വെച്ചാൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. പറഞ്ഞ തീരുമാനം എടുക്കാണ്ട് ഇങ്ങനെ ഒരു അറിയാത്ത ഒരു സിറ്റുവേഷൻ, ഫ്യൂച്ചർ ഇല്ലാത്ത സിറ്റുവേഷനിലാണ് വെച്ചാൽ അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ എന്തായാലും ആ സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ അതായിരിക്കും ആ തീരുമാനം എടുക്കുന്നുണ്ടാവുക ഫ്യൂച്ചറിൽ എന്തോ ഒരു സിറ്റുവേഷനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോണത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷും ഫുൾഫിൽ ആവുന്നുണ്ട്, പക്ഷേ അത് ഈ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതൊരു വലിയ ഡിസിഷനാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഹാങ് മാൻ ആണ്. നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കുറേ പ്രശ്നമുണ്ട്. ഒരു പേഴ്സണെ ആയിരിക്കും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കണേ, അതല്ലച്ചാൽ ഒരു ജോബിന് ആയിരിക്കും ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കണേ. ഇവിടെ ഒരു ലീഗൽ സിറ്റുവേഷനും ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ജോബിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലച്ചാൽ ഒരു മാരേജിൻ്റെ സിറ്റുവേഷനും ആവാം. ജസ്റ്റിസ്, മാരേജ്, ഡിവോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ട് കുറേ സ്റ്റാഗ്നേഷൻ ഉണ്ടാവണു, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ തീരുമാനം നിങ്ങൾ എടുക്കും ഫ്യൂച്ചറിൽ. അത് കുറച്ചൊരു പ്രയാസമുണ്ട് ആ തീരുമാനം എടുക്കാൻ, പക്ഷേ അത് എടുക്കേണ്ടി വരും. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് അഡ്വൈസ് നിങ്ങളുടെ. അപ്പോൾ ഇവിടെ അഡ്വൈസ് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്, എനർജിയിൽ ബാലൻസ് ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലത്തെ എനർജീനെ ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനും അത്ര ബാലൻസ്ഡ് അല്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഫിനാൻസസ് ഒക്കെ ശരിയാക്കി ഒരു സെക്യൂരിറ്റി കൊണ്ടുവരാനാണ് പറയണത്, ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാനാണ് പറയണത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് പറയണത്. ഈ മാസം എന്തെങ്കിലും ഫിനാൻഷ്യൽ തീരുമാനം എടുക്കണം വെച്ചാൽ അതൊക്കെ ചെയ്ത് വയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ശരിയായി സെക്യൂർ ആക്കി വയ്ക്കുക. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകാൻ പറയണത് യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ചാരിയറ്റാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ കൺട്രിയിലേക്കാണ് പോണേ, പുതിയ സ്ഥലത്തിലേക്കാണ് പോണേ. ഇവിടെ ചാരിയറ്റ് ട്രാവൽഡ് എനർജിയാണ്, ഫോർവേഡ് മൂവ്മെൻറ്റ് എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. വലിയ ചേഞ്ചസ്, വലിയ മാറ്റം. ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിവോഴ്സ് ഇല്ലാച്ച ഒരു ലീഗൽ സിറ്റുവേഷൻ തീരാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ അതിലൊരു ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അതുമല്ലച്ച ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു വലിയ തീരുമാനം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ തീരുമാനം എടുത്ത ഉടനെയാണ് ഈ പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരിക. ഇതുവരെ അത് ബ്ലോക്ക്ഡാണ്, എന്നുവെച്ചാൽ നിങ്ങൾ ആ തീരുമാനം എടുക്കണില്ല. ആ തീരുമാനം എടുക്കുമ്പോഴേക്കും ചുരുക്കത്തിൽ നിങ്ങൾക്ക് ആ പുതിയ ബിഗിനിങ്, ആ പുതിയ ഓപ്പർച്യൂണിറ്റി വരും. ഓക്കെ, 10 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. ഡെഫിനറ്റ്ലി ഈ മാസം എന്തോ എൻഡ് ആവുന്നുണ്ട്.
ഓക്കെ, എന്തോ ഒരു ബിട്രിയൽ മാതിരി ഇവിടെ എനർജി ഉണ്ട്, എന്തോ ഒരു എൻഡിങ് ഉണ്ട്. പക്ഷേ ഈ എൻഡിങ് കഴിഞ്ഞ് വരാൻ പോണ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ചിലവർ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു മാരേജ് ഉണ്ടാവുന്നുണ്ട്, എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ മാരേജ് എൻഡാവുമ്പോൾ കുറച്ചൊരു വഴക്കുണ്ട്, മേ ബി കോർട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷേ അത് ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ച് നിങ്ങളുടെ ബ്ലോക്കൊക്കെ മാറും. നിങ്ങൾ ഇതുവരെ ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഓക്കെ, ആ ഡിസിഷൻ എടുത്ത ഉടനെ പുതിയ ബിഗിനിങ്സ് വരും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ മാസം കൂടിയും കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ നെഗറ്റീവ് എനർജീസ് ഉണ്ട്, പക്ഷേ ഇത് വേഗം തീരാൻ പോണ എനർജീസാണ്. പറഞ്ഞാൽ ഇത് അത്ര ഉണ്ടാവില്ല ഈ എനർജീസ്. നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ഇതൊക്കെ ക്ലിയർ ആവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? അക്വേറിയസിന് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ് ഡോണ്ട് സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ സ്റ്റോപ്പ് ചെയ്യരുത്, ഹോൾഡിൽ വെക്കരുത്, മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ അതിലാണ്, എനർജി മുഴുവൻ അതിലാണ്. അപ്പോൾ വേറെ ഒരു കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ ഇല്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയണേ. നിങ്ങൾ പ്ലാൻ ചെയ്ത മാതിരി ലൈഫിൽ മുമ്പോട്ട് പോവുക. എന്താ തീരുമാനം എടുക്കേണ്ടത് വെച്ചാൽ അത് എടുക്കുക. എന്നുവെച്ചാൽ അത് ഇപ്പോൾ എടുക്കാണ്ടേ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡോണ്ട് സ്റ്റോപ്പ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.